നടക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ സുന്നഹദോസിൽ വെച്ചാണ്. സുന്നഹദോസിലെ മിക്കവാറും പല കാര്യങ്ങളും സംസാരിക്കുന്നതിനിടയിൽ ഡോക്ടർ എം ഇ ഡാനിയൽ ഫ്രം CMC വെല്ലൂർ ഈ പേര് പലതവണ ഉച്ചരിക്കപ്പെട്ടിട്ടുണ്ട്. പിതാക്കന്മാരെല്ലാവരും തന്നെ അങ്ങനെ ഉച്ചരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരും അവിടെ ഉച്ചരിച്ചിട്ടുണ്ട്. ഈ മാവേലിക്കര എന്ന് പറയുന്നത് പ്രതിഭാശാലികളായ അനേക വ്യക്തിത്വങ്ങളുടെ ഒരു വലിയ കൂടാരമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഡോക്ടർ PC അലക്സാണ്ടർ, CM സ്റ്റീഫൻ, വളരെ പ്രതിഭാശാലികൾ ജനിച്ച് വളർന്നൊരു മണ്ണാണ് മാവേലിക്കര. സഭയുടെ ചരിത്രം പരിശോധിച്ചാലും മാവേലിക്കര ഒരു അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഒരു 10 വർഷം മുൻപ് എൻ്റെ കാറ് ഓടിക്കുന്ന ചെറുപ്പക്കാരൻ ശ്രീമാൻ ബേബി, ആ ചെറുപ്പക്കാരന് ഒരു ഡിസ്ക് പ്രോബ്ലം ഉണ്ട്. സാധാരണ ഉടനെ തന്നെ ഏറ്റവും അവൈലബിൾ ട്രീറ്റ്മെൻ്റ് എന്നുള്ള നിലയിൽ കുന്നംകുളത്തുള്ള റോയൽ ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് സർജനെ കാണിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഇത് അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്, ഇത് ഞാൻ ചികിത്സിച്ചാൽ ശരിയാകുകയില്ല, പക്ഷേ ഒരു സർജറി ആവശ്യമുണ്ട്, അത് നട്ടെല്ലിനാണ് വേണ്ടിയത്, സ്പൈനൽ കോഡ് വിത്ത് ഡിസ്കാണ്. അതുകൊണ്ട് തൃശ്ശൂര് വളരെ പ്രസിദ്ധനായ ഈ ഒരു ഡോക്ടർ ഞാൻ റെഫർ ചെയ്യാം എന്ന് പറഞ്ഞ് തൃശ്ശൂരെ ഒരു ഡോക്ടർ വർമ്മ, അദ്ദേഹം സ്പൈനൽ കോഡ് ഡിസ്ക് ഒക്കെ ചെയ്യുന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇമ്മീഡിയറ്റ് സർജറി, ദർ ഈസ് നോ അതർ വേ ഔട്ട്. ശരി, അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ദറ്റ് സർജറി വാസ് ഫെയിലിയർ. തൃശ്ശൂരെ അത് സർജറി ചെയ്തു. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടൊന്നും പെയിൻ മാറുന്നില്ല. സർജറി ചെയ്തയിടം ഇൻഫെക്ഷനായി. ഞാനും റെഫർ ചെയ്ത ഡോക്ടറും ഒക്കെ വളരെ പ്രയാസപ്പെടാൻ തുടങ്ങി. റെഫർ ചെയ്തത് ഒരു ഓർത്തോപീഡിക് സർജനാണ്. വീണ്ടും ആലോചിച്ച് കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ ഗോപിനാഥ് എന്നാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഇത് ചെയ്യുന്നയാളാണ്, അങ്ങോട്ട് റെഫർ ചെയ്തു. അദ്ദേഹവും 2 സർജറി ചെയ്തു. എന്നിട്ടും പെയിൻ വിടുന്നില്ല. ഉടനെ തന്നെ കുന്നംകുളത്തുള്ള ഡോക്ടർ എന്നെ ഓർത്തോപീഡിക് സർജൻ എന്നെ ഉപദേശിച്ചു, കോയമ്പത്തൂർ ഒരു ഗംഗ ഹോസ്പിറ്റലുണ്ട്, തിരുമേനി ഇയാളെയും കൊണ്ട് അങ്ങോട്ട് പോകണം. അപ്പം ഡോക്ടർ ഡാനിയലൂടെ ഉണ്ടെന്ന് എനിക്കറിയാൻ വേണം. ഏതായിരുന്നാലും ഗംഗ ഹോസ്പിറ്റൽ വന്നു. ഒരാഴ്ചക്കാലം ഞങ്ങളവിടെ, ഞാനുണ്ടായിരുന്നില്ല, ഞാനൊന്ന് ജസ്റ്റ് ഒരു അരമണിക്കൂർ വന്ന് സംസാരിച്ച് പോയതേ ഉള്ളൂ. ഡോക്ടർ രാജശേഖരൻ്റെ ചികിത്സയിൽ ഒരാഴ്ച ഡോക്ടർ ഗംഗ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി. എന്നിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പരിശോധിച്ചു, എല്ലാം ടെസ്റ്റും ചെയ്തിട്ട് പറഞ്ഞു, സർജറി ആവശ്യമില്ല, ഒരു 10% ചികിത്സ, 10% ക്യൂർ ആവശ്യമുണ്ട്, പക്ഷേ അത് ഗ്രാജുവലി ശരിയായിക്കൊള്ളും എന്ന് പറഞ്ഞ് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് തിരിച്ചു വിട്ടു. ഇപ്പോൾ ദൈവത്തിൻ്റെ കരുണയാൽ ആ ചെറുപ്പക്കാരൻ ഇന്നും എൻ്റെ വണ്ടി ഓടിക്കുന്നു. ഞങ്ങൾ കോട്ടയത്തു നിന്നാണ് വരുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം ഡിസ്കും അതുപോലെ തന്നെ സ്പൈനൽ കോഡും സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ കരുണയാൽ ഒരു കുഴപ്പവുമില്ല. 11-10 വർഷം കഴിഞ്ഞപ്പോഴും ഈ വിവരങ്ങളൊക്കെ തിരുമേനിമാരുമായിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞു, നമ്മുടെ ഒരു ഡോക്ടർ അവിടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റാണ് ഡോക്ടർ രാജശേഖരൻ. ഗംഗ ഹോസ്പിറ്റലിലെ ചെറുതാണെങ്കിലും അവിടെ സേവനം ചെയ്യുന്ന ഡോക്ടേഴ്സ് വളരെ കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാണ്. ഡോക്ടർ ഡാനിയേലിൻ്റെ ഒരു നിർദ്ദേശവും ഉപദേശവും ഡയറക്ഷൻസും ആ ഹോസ്പിറ്റലിനുണ്ട് എന്ന് പിതാക്കന്മാർ പലരും എന്നോട് പറയുകയുണ്ടായി.
അന്ന് ഞാൻ വിചാരിച്ചത് ഈ ഡോക്ടർ ഡാനിയേലിനെ ഒന്ന് കാണണം, എപ്പോഴെങ്കിലും ഒന്ന് പരിചയപ്പെടാൻ സൗകര്യം കിട്ടിയാൽ അത് വലിയ ഒരു അഭിമാനമായിട്ടും അതുപോലെ തന്നെ അതൊരു വലിയ അനുഗ്രഹമായിട്ട് മനസ്സിൽ ഞാൻ വിചാരിക്കുകയുണ്ടായി. അപ്പോഴാണ് ഇന്നലെ വൈകിട്ട് ഞാനിവിടെ വന്നപ്പോൾ ഡോക്ടർക്ക് ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡുണ്ട്, അദ്ദേഹത്തെയും അനുമോദിക്കുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വലിയ അഭിമാനമാണ്. കോയമ്പത്തൂർ സെൻറ് മേരീസ് ഇടവക അഭിമാനം പങ്കുവെക്കുമ്പോൾ തന്നെ ആ അഭിമാനം നിങ്ങൾക്ക് മാത്രമായിട്ട് ഞാൻ തരാൻ തയ്യാറല്ല, അത് മലങ്കര സഭയുടെ മുഴുവനും അഭിമാനം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. ഈ വെല്ലൂർ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ പഠനം കഴിഞ്ഞ് പരിശീലനം കഴിഞ്ഞ ഡോക്ടേഴ്സ് പലരും ഒരു ദൈവദൂതന്മാരാണ്. അത് ഞാൻ പറയാൻ കാരണം, ഇപ്പോഴ് ഡോക്ടർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, കോലഞ്ചേരി മെഡിക്കൽ കോളേജ് വന്നതിന് ശേഷം വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് നമുക്ക് സ്പോൺസർ ചെയ്യാനുള്ള ആ എലിജിബിലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് വെല്ലൂർ കോളേജിൻ്റെ കുഴപ്പമല്ല. വെല്ലൂർ കോളേജിൻ്റെ സ്പോൺസറിങ് പ്രിൻസിപ്പളിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, സ്പോൺസർ മെമ്പർ ചർച്ചസിനെ എപ്പോഴെങ്കിലും മെഡിക്കൽ കോളേജ് ഉണ്ടാകുമ്പോൾ ഈ അവകാശം ആ സഭയ്ക്ക് നഷ്ടപ്പെടുമെന്ന്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 36 സ്പോൺസറിങ് ഏജൻസ് ഉണ്ട് അവിടെ, നമുക്ക് മാത്രം ഇപ്പം ഇല്ല. കാരണം കോലഞ്ചേരി മെഡിക്കൽ കോളേജ് വന്നു, അതുകൊണ്ട് മാത്രം. അപ്പോൾ നമ്മുടെ ഗവേണിംഗ് ബോഡിയിലുള്ള ഐറേനിയസ് തിരുമേനിയും അതുപോലെ തന്നെ അഭിമന്യ കൂർലോസ് തിരുമേനി ലുധിയാന മെഡിക്കൽ കോളേജിൻ്റെ മെഡിക്കൽ ബോർഡിലൊക്കെ ഉണ്ട്. അവരെപ്പോഴും അവിടെ വാദിക്കുന്നൊരു വാദമുഖമുണ്ട്. അത് ഏതാണ്ട് ഇപ്രകാരമാണ്, ലോകത്തിൽ പല മെഡിക്കൽ കോളേജസും ഉണ്ട്, പക്ഷെ അവിടെയൊക്കെ പഠിച്ചാൽ അവർ MBBS പാസ്സായിട്ട് ഒരു ഡോക്ടറാകും. പക്ഷെ അവരാരും വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ പോലെ ആയിരിക്കുകയില്ല. അവർ വളരെ വളരെ കമ്മിറ്റഡ് ആയിരിക്കും, മിഷണറി സ്പിരിറ്റ് ഉള്ളവരായിരിക്കും, മണി മേക്കിംഗ് ഇൻട്രസ്റ്റ് ആയിരിക്കുകയില്ല അവരുടെ പ്രഥമ ലക്ഷ്യം. ഡോക്ടർ തന്നെ പറഞ്ഞല്ലോ, തൻ്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു, എനിക്ക് ഈ അവാർഡ് തന്നത് ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ഗോഡ് ഗേവ് മി ദിസ് അവാർഡ്. അങ്ങനെ ചിന്തിക്കാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത്തരണത്തിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. മലങ്കര സഭയുടെ മുഴുവനും ആശംസകളും അഭിനന്ദനങ്ങളും പ്രത്യേകമായി ഞാൻ ഡോക്ടറുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. ഡോക്ടറുടെ സേവനം മുഖാന്തരമായി ഒരുപക്ഷെ ഡോക്ടറുടെ പേര് അറിയാത്തവർ പോലും ഡോക്ടറെ അഭിനന്ദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഇതൊക്കെ മലങ്കര സഭയുടെ പ്രതിഭാശാലിയായ അരുമ സന്താനങ്ങളായ നമ്മുടെ ആ ഒരു ബിലോങ്ങിങ് നമുക്കുണ്ട്. ഈ ഇടവഴിക്ക് അഭിമാനിക്കാൻ സന്തോഷിക്കാം, മലങ്കര സഭയ്ക്ക് അഭിമാനിക്കാൻ സന്തോഷിക്കാം. ഡോക്ടറുടെ സേവനം കൂടുതലായി അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ സേവനങ്ങളും ഒക്കെ ഒരു വിശ്വപ്രസിദ്ധ തലങ്ങളിലേക്ക് അത് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ദൈവം അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ഡോക്ടർ എഡി വർഗീസ് അദ്ദേഹത്തെക്കുറിച്ച് ഏറെ കേട്ടിട്ടുണ്ട്. പരിശുദ്ധ ഗീവർഗീസ് ദിയംബാവ തിരുമേനിയുടെ ഒരു വലിയ ചികിത്സ അദ്ദേഹം നിർവഹിച്ചു എന്ന് ഡോക്ടർ തന്നെ മറുപടി പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഇത്തരണത്തിൽ ഞാൻ പ്രത്യേകമായി നന്ദിയും സ്നേഹവും ആദരവും എല്ലാ വിധത്തിലുള്ള ആശംസകളും അർപ്പിക്കുന്നു. എൻ്റെ കാര്യം അതിലൊന്നും അത് കാര്യമായിട്ടൊന്നും പറയാനില്ല. കാരണം ഈ കാതോലിക്ക ബാവ തിരുമേനിക്ക് സ്വീകരണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിക്കല്ല ആ സ്വീകരണം, അത് ആ സ്ഥാനത്തിനാണ്. ഡോക്ടർക്ക് നമ്മൾ കൊടുക്കുന്നത് ഡോക്ടർക്കാണ്. നിങ്ങളിപ്പോൾ എനിക്ക് സ്വീകരണം തരുന്നത് കാതോലിക്ക ബാവായിക്കാണ്. എക്സ് ഓർ വൈ ഓർ സെഡ് ഹുവർ മേ ബി ദ പേഴ്സൺ ഹു വിൽ ബി എൻത്രോൾഡ് as Catholicos will be felicitated everywhere. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം സ്ഥാനത്തിനല്ല, സ്ഥാനിക്കല്ല, സ്ഥാനത്തിനാണ്. അതുകൊണ്ട് ഇതിൽ പേഴ്സൺ ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. ഞാനല്ല, വേറെ ഒരു മെത്രാപ്പൊലിത്തായാണ് കാതോലിക്കായെങ്കിലും ഇവിടെ നിങ്ങൾ സ്വീകരണം കൊടുക്കും. അതുകൊണ്ട് പിന്നെ പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനം അതുല്യമാണ്. ഞാൻ അത് കുറച്ച് കാട്ടുന്നില്ല.
ഒരുപാട് വൈഷമ്യങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും എല്ലാ പിതാക്കന്മാരും അനുഭവിച്ചിട്ടുണ്ട്. ഈ സ്ഥാനം എന്ന് പറയുന്നത് പുറത്ത് നിന്ന് ഉപരിപ്ലവമായി കാണുന്നത് പോലെയല്ല, വളരെ തൊട്ടാൽ പൊള്ളും അതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകാനുള്ളതാണ്. അങ്ങനെ കടന്നു പോകുമ്പോഴും ഈ മലങ്കര സഭ ദൈവത്താൽ കാത്തു സൂക്ഷിക്കപ്പെടട്ടെ, സംരക്ഷിക്കട്ടെ. വ്യക്തിയേക്കാൾ ഉപരിയായി ഈ സഭയുടെ നാമം, പ്രത്യേകിച്ച് സെന്റ് തോമസ് ക്രിസ്ത്യൻ, നമുക്ക് 2000 വർഷത്തെ പഴക്കമുണ്ട്. നമ്മുടെ പിതാക്കന്മാർ ഓരോരുത്തരും വളരെ വേദനിച്ചും കണ്ണുനീര് അണഞ്ഞും പൊഴിച്ചും ഒക്കെയാണ് ഈ സ്ഥാനം വഹിച്ചിട്ടുള്ളത്. ആ ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ദൈവം നമ്മെ നടത്തും, അതാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. ആ ദൈവത്തിൻ്റെ കാവലും നടത്തിപ്പും എന്നും എപ്പോഴും ഉണ്ടാകുവാൻ തക്കവണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലിയ സ്വീകരണത്തിൻ്റെ കാതൽ എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. ദൈവം തമ്പുരാൻ നമ്മുടെ സഭയെ വളർത്തട്ടെ, വലുതാക്കട്ടെ. പട്ടശ്ശേരി തിരുമേനിയൊക്കെ അനുഭവിച്ച വേദനകൾ എത്ര വലുതാണ്. പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമേനി ദീർഘനാൾ അനുഭവിച്ച ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. പുലിക്കോട്ടിൽ തിരുമേനിയും അതുപോലെ ഓരോ പിതാക്കന്മാരും ഒക്കെ അതാത് കാലഘട്ടങ്ങളിൽ ഒത്തിരി 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 അവർ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വേണ്ടത് ദൈവത്തിൻ്റെ കരുണയും കരുതലുമാണ്. അതിനായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ തന്നെ ശരണപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. ഈ ഇടവക കാതോലിക്ക എന്ന സ്ഥാനിക്കും ബലഹീനായിരിക്കുന്ന എനിക്കും നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.